ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് സമയമൊന്നും ചിലവഴിക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. നമ്മൾ കുട്ടികൾക്ക് പാലും ബിസ്ക്കറ്റും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചും കൊണ്ട് തന്നെ അതിൻ്റെ ഒരു രൂപമൊക്കെ ഒന്ന് മാറ്റി അടിപൊളിയായിട്ടുള്ള ഇതേപോലുള്ളൊരു പുഡിങ് ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ആ പുഡിങ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചും കൊണ്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനിവിടെ കുറച്ച് മാത്രമാണ് കേട്ടോ കാരമലൈസ് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. ഒരുപാട് ഷുഗർ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 4 സ്പൂണ് മാത്രമാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ പഞ്ചസാര ഇട്ടുക ഇതാട്ടോ. ഇപ്പോൾ ഷുഗർ മെൽറ്റായിട്ട് വരുന്നുണ്ട്. കുറേശ്ശെ അതിങ്ങനെ മെൽറ്റായിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക കേട്ടോ. എപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കുക. വെറും അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മാത്രം ഇത് ചെയ്യുക. ആവശ്യമുള്ളപ്പോൾ മാത്രം കുറച്ച് കൂട്ടുക. അതിനനുസരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറയ്ക്കുക. അങ്ങനെ കൈ വിടാതെ തന്നെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിമും ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ കൈ വിടാതെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച പോലെ തോന്നും. പ്രശ്നമില്ല, അതിൽ അലിഞ്ഞ് അത് സെറ്റായിട്ട് വന്നോളൂ കേട്ടോ. അതങ്ങനെ തന്നെ കുറച്ച് നേരം ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കുക. കൈ വിടാതെ ഇളക്കി കൊടുത്തും കൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരുന്നത് കാണാം. അതിൻ്റെ കളറും ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം കേട്ടോ. ഇതാട്ടോ, നമുക്ക് കളറൊക്കെ ചേഞ്ചായി ഇപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏതിലാണോ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് നമുക്കത് താഴേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി പോവും. അപ്പോൾ അധികം നേരം നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് ആ ഒരു പാത്രം നേരത്തെ തന്നെ സെറ്റാക്കി വെക്കുക. അതിലേക്ക് ഈ സിറപ്പ് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് റെഡിയാക്കിയിട്ട് വെക്കുക. അപ്പോൾ കോൺഫ്ലവറും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് ഒരു 4 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഫ്ലെയിം കൂട്ടിയിട്ട് അത് തിളച്ച് വറ്റി പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ. പാലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 4 സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 4 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൽപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ചേർത്തിട്ടുള്ള ആ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാട്ടോ, കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ പിന്നെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ തന്നെ അതിങ്ങനെ അതിൻ്റെ ഒരു തിക്നെസ് കൂടി വരുന്നതായിട്ട് കാണാം. അതിൻ്റെ ഒരു ഇങ്ങനെ കുറുകി വരുന്നതായിട്ട് കാണാം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 10 മിനിറ്റേ വേണ്ടൂ. പക്ഷേ അതുവരയ്ക്കും നമ്മൾ കൈ വിടാണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ അതൊന്ന് അടി പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാട്ടോ, ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ട് അതൊന്ന് എടുക്കുക. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ആ ഒരു പാകത്തിനായിട്ട് കിട്ടണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഓക്കെ ആയി. ഇനി നമുക്ക് നേരത്തെ
കേട്ടോ നമുക്ക് കറക്റ്റ് പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോക്സിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു ലെയർ മാതിരി താഴത്തെ ഭാഗം ഒരു ഭാഗത്തോളം ഞാൻ ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ബ്രെഡിൻ്റെ ഒരു പീസുകൾ ഞാൻ നേരത്തെ കുറച്ച് ബ്രെഡുകൾ അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഏതാണോ ബോക്സിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു പീസുകൾ പാലിൽ മുക്കിയിട്ട് അതൊന്നതിൽ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ലെയർ മാതിരി ഇത് ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നിരത്തി അതിൻ്റെ കണക്കാക്കിയിട്ട് നിങ്ങൾ ഏതാണോ ബോക്സ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിലേക്ക് പാകത്തിനുള്ള പീസുകളായി കട്ട് ചെയ്തിൽ അതിൽ കംപ്ലീറ്റ് അത് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ബാറ്റർ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അതെല്ലാം ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അടുത്ത ലെയർ പോലെ ഉള്ള ഭാഗത്തൊന്നും കൂടെ ഒരു ലെയറായിട്ട് ഒന്നും കൂടെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ബിസ്ക്കറ്റാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതെടുത്ത് നന്നായിട്ട് ഇതേപോലെ തന്നെ പാലിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അത് അതിലേക്ക് അതേപോലെ തന്നെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മുഴുവനായിട്ടും എല്ലാ ബാറ്ററും ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ വശത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് അത് മുഴുവനായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കാരണം ചോക്ലേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതാക്കിയിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൊക്കോ പൗഡറാണ് ഇട്ടുള്ളത്. അതൊന്ന് അരിച്ചെടുത്തിട്ട് അതൊന്ന് അതിലേക്ക് മുകളിലേക്ക് കുറേശ്ശെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മോളുടെ ഒരു ലഞ്ച് ബോക്സിലാണ് കേട്ടോ അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് വെച്ചാൽ ആ ഒരു ബോക്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു കട്ട് ചെയ്തിട്ട് നല്ലൊരു കേക്കിൻ്റെ അതേപോലെ തന്നെ നന്നായിട്ട് തണുപ്പിക്കുമ്പോൾ ഒരു കേക്കിൻ്റെ അതേ ഇതോട് കൂടിയിട്ട് കിട്ടും കേട്ടോ. ഞാനൊരു 3 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം നമുക്ക് ഇതെടുക്കാനുള്ളൊരു പാകമായിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇത്രയും വേണ്ട, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ സ്പൂണിൽ അങ്ങനെ ഒന്ന് കോരി എടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുന്നെടുക്കാം. 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ കോരി എടുത്ത് കഴിക്കാവുന്നതാ വെച്ചാൽ അങ്ങനെ എടുക്കാം. ഇതാകുമ്പോൾ കുറച്ച് നേരം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നിങ്ങൾക്കൊരു കേക്കിൻ്റെ അതേപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുണ്ടാവും. കാരണം നല്ല മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ക്രഞ്ചി ആയിട്ടും അതും ഉണ്ടാവും. നിങ്ങൾക്കിനി ബ്രെഡ് വെച്ചിട്ട് മാത്രമാണ് വെച്ചാൽ അങ്ങനെയും വേണച്ചാൽ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ വെറും പാൽ കൊണ്ട് മാത്രമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിതുവരെയ്ക്ക് ഒരുപാട് പുഡിങ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ 3ഉം വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വിഭവവും വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.